അമേരിക്ക വെടിനിർത്തലിലേക്ക് നീങ്ങുമ്പോൾ ഈ വെടിനിർത്തലിലേക്ക് നീങ്ങാൻ അമേരിക്ക പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്ത് എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാന്റെ ഇച്ഛാശക്തി തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ പാലങ്ങളും ഒപ്പം തന്നെ അവരുടെ വൈദ്യുതി നിലയങ്ങൾ അടക്കം തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ജനതയെ അണിനിരത്തിക്കൊണ്ട് ഈ പറയുന്ന വൈദ്യുതി നിലയങ്ങൾക്ക് സമീപവും പാലങ്ങൾക്ക് സമീപവും ഒക്കെ മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു ഇറാൻ ജനത. 10,000-കണക്കിന് ആളുകളാണ് ഇങ്ങനെ മനുഷ്യച്ചങ്ങല തീർത്തത്. ഇതോടുകൂടി ട്രംപ് ഒന്ന് പതറുകയായിരുന്നു. കാരണം അവിടെ ഒരു ബോംബിംഗ് നടന്നു കഴിഞ്ഞാൽ സിവിലിയന്മാരായി സാധാരണപ്പെട്ടവർ കൊല്ലപ്പെടും. ഇത് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവർ കൊല്ലപ്പെട്ടാൽ ലോകത്തിന്റെ ചൂണ്ടുപേരിൽ നീളുന്നത് ട്രംപിലേക്ക് തന്നെയാകും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പെട്ടെന്ന് പിന്മാറേണ്ടി വന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അമേരിക്കയുമായിട്ടുള്ള ആശയവിനിമയം വിച്ഛേദിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ അമേരിക്ക അപകടം മണത്തു. കാരണം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ഗൾഫിലെ ഒരു സർവനാശം വരുത്തുന്ന ഒരു യുദ്ധമായത് മാറും. വലിയ രീതിയിൽ തന്നെ ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ പക്കലുള്ള ആയുധങ്ങൾ വലിയ രീതിയിൽ തന്നെ അത് മിഡിൽ ഈസ്റ്റിലായിരിക്കും ഉപയോഗിക്കുക. ഇറാന്റെ ഈ പറയുന്ന ആയുധ ശേഖരത്തിന്റെ ഒരു വലിയ വിഭാഗം അവർ ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലേക്ക് ഒരു കാര്യം. ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ 15 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനവുമായി അമേരിക്ക രംഗത്തെത്തിയത്. JD വാൻസ് ഇറാന്റെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ വെടിനിർത്തലിന്റെ കാലാവധി എത്ര നാളത്തേക്കുണ്ട് എന്നറിയില്ല. ഏതായാലും ട്രംപിനെ മുൾമുനയിൽ നിർത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളിടത്ത് തന്നെയാണ് ഈ വാർത്ത എത്തി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.